ജോസഫ് പാമ്പളാനി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തീർച്ചയായും വന്യജീവി സംരക്ഷണ നിയമം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ്. ആ നിയമമാണ് കർഷകരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റങ്ങളെ തടയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ പോരുന്ന സമ്മർദ്ദം അത് ജനകീയമായും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇവിടെ കാട്ടുപന്നികളുടെ വിളയാട്ടം കൃഷിഭൂമിയിൽ ഭീതിതമാം വിധം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ കാട്ടാനകൾ അനിയന്ത്രിതമായി പെരുകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ കടുവ, മയില്, കുരങ്ങ് തുടങ്ങിയ എല്ലാ ജീവികളും കൂട്ടത്തോടെ ഇറങ്ങി കർഷകൻ്റെ വിളവുകൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഏത് നിയമമാണോ ഭേദഗതി ചെയ്യേണ്ടത് അത് ഭേദഗതി ചെയ്യണം. കേന്ദ്ര സർക്കാരും കർഷകരുടെ വിചാരങ്ങളും അവർ കടന്നു പോകുന്ന ദയനീയമായ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. താങ്ക് യു. വന നിയമ ഭേദഗതിയിലാണിപ്പോൾ മാർ ജോസഫ് പാമ്പളാനി നിലപാട് വ്യക്തമാക്കിയത്.